celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനലിന്റെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. തപസ്യ ആർട്സ് സാൻ ഫ്രാൻസിസ്കോ സംഘടിപ്പിച്ച പ്രഥമ അന്താരാഷ്ട്ര ഹ്രസ്വചിത്രമേളയിൽ അഭിജിത്ത് RV സംവിധാനം ചെയ്ത ഫോർസി എന്ന മലയാള ഹ്രസ്വചിത്രം മികച്ച ചിത്രത്തിനുള്ള തപസ്യ ആർട്സ് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം അവാർഡ് കരസ്ഥമാക്കി. അൾഷിമേഴ്സ് ബാധിതരുടെ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയും വലിയൊരു സാമൂഹിക പ്രശ്നത്തിന്റെ തീവ്രത കേവലം 4 മിനിറ്റിൽ താഴെ വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയും ചെയ്ത ഈ ചിത്രത്തിലെ അഭിനയത്തിന് ബിലാസ് ചന്ദ്ര ഹാസൻ മികച്ച നടനുള്ള അവാർഡും കരസ്ഥമാക്കി. അവസാന റൗണ്ടിൽ വളരെ നേരിയ വ്യത്യാസത്തിൽ 2ാം സ്ഥാനത്തേക്ക് മാറിയ അഭിഷേക് ബാസു സംവിധാനം ചെയ്ത രജനിഗന്ധ എന്ന ബംഗാളി ഹ്രസ്വചിത്രം ജൂറിയുടെ പ്രത്യേക പുരസ്കാരം കരസ്ഥമാക്കി. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ദേവപ്രിയോ ബാനർജി മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു. 2024 മെയ് 26 കാലിഫോർണിയ പാലോ ആൾട്ടോ കബർലി തിയേറ്ററിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ഹ്രസ്വചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച അസൈലം എന്ന ഹിന്ദി ചിത്രത്തിലൂടെ അമിതാഭ് അറോറ മികച്ച സംവിധായകനും തിരക്കഥാകൃത്തിനുമുള്ള അവാർഡ് കരസ്ഥമാക്കിയപ്പോൾ ഇതേ ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ച അനിൽ പിൻഗ്വ മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡ് നേടിയെടുത്തു. അഖിലേഷ് KA സംവിധാനം ചെയ്ത ബർസ എന്ന മലയാള ഹ്രസ്വചിത്രത്തിലെ ശ്രദ്ധേയമായ അഭിനയത്തിന് അശ്വതി രാംദാസ് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. തേടൽ എന്ന തമിഴ് ചിത്രത്തിൽ വളരെ മികവാർന്ന അഭിനയം കാഴ്ചവെച്ച ജയശ്രീ മണിക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശം നേടാനായി. അവാർഡ് ദാന ചടങ്ങിന് മുൻപ് വിവിധ അവാർഡുകൾക്കായി നോമിനേഷൻ ലഭിച്ച ഫോർസി, അസൈലം, ബർസ, ഡിസ്പാച്ച്ഡ്, രജനിഗന്ധ, തേടൽ, ഉൾക്കണ്ണ്, വാട്ട് ഈസ് ലോസ്റ്റ് തുടങ്ങിയ ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനം നടന്നു. ഹ്രസ്വചിത്ര മത്സരത്തിന് ലഭിച്ച 40ഓളം ചിത്രങ്ങളിൽ നിന്നാണ് ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രമുഖ നടനും നിർമ്മാതാവും എഴുത്തുകാരനുമായ തമ്പി ആന്റണി, പ്രമുഖ ചലച്ചിത്ര നിരൂപകൻ ഡോക്ടർ S കൃഷ്ണകുമാർ, സംവിധായകനും നിർമ്മാതാവുമായ JNK നായർ, കലാമൂല്യ ചിത്രങ്ങൾ സംവിധായകനായി അവാർഡ് ജേതാവായ നന്ദജൻ KA എന്നിവരടങ്ങുന്ന അന്തിമ ജൂറിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. വർണ്ണാഭമായ അവാർഡ് ദാന ചടങ്ങിൽ തപസ്യ ആർട്സ് ബോർഡ് അംഗങ്ങൾ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തപസ്യ ആർട്സ് രക്ഷാധികാരി സജൻ മൂലേപ്ലാക്കൽ സ്വാഗതം പറഞ്ഞു. തപസ്യ ആർട്സ് പ്രസിഡന്റ് മധു മുകുന്ദൻ ജൂറി അംഗങ്ങളെ പരിചയപ്പെടുത്തി. തപസ്യ ആർട്സ് ട്രഷററും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറുമായ അനിൽ നായർ എല്ലാവർക്കും നന്ദി പറഞ്ഞതോടെ തപസ്യ ആർട്സ് സാൻ ഫ്രാൻസിസ്കോയുടെ ആദ്യ ഹ്രസ്വചിത്രോത്സവത്തിന് തിരശ്ശീല വീണു. Ashwati Ramdas for the movie Varsa. Please have Aishwarya Kanin to receive the award on her behalf. We also have an honorable mention. The actor in the female role goes to Jayashree Mani for the movie Tedal. So next we have one of the most exciting awards for Best Director. The nominees are Amitabh Aura for Asylum, Akhilesh KA for Barsa, Abhishek Basu for Rajnigandha. The award for the Best Director goes to Amitabh Arora for the movie Asylum.
awaited and prestigious award of the night for Best Film. The nominees are Forsi, Asylum and Rajinikanth. The best film for Tapasya International Short Film Fest 2024 goes to Forsi. This movie wins not only a trophy, they also win a cash prize. We also have a honorable mention for Rajinikanth. They came very close, so we are honoring them with a cash prize as well. We added. As you know, Tapasya, we produce full-length dramas and short films. This is the first time we put together an event for you, the movie makers, to showcase your talent and promote your effort and with a award from Tapasya Arts. We got enormous entries and response from across the country, across all continents, more than 30 plus nominations, and out of that, we choose the best of the best in front of you today. I stand before you today as we conclude this remarkable journey of cinematic excellence. First and foremost, I would like to extend my heartfelt thanks to all the filmmakers who participated in this festival. This festival would not have been possible without the tireless efforts of our esteemed judges, whose expertise and discerning eyes have helped us celebrate the finest in short filmmaking. What an incredible night it was, at least for us. I mentioned my name is Anil Nair, I'm the treasurer of Tapasya Arts and I'm also a lead organizer for PSISF 2024. So last but not the least, I would also like to thank my fellow Film Festival committee members, Kiran Karnagaran, Sajid Moolaklakal and Madhu Mugundan, for spending countless number of hours with me to plan and execute this event, and my fellow Tapasya board members and volunteers. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.